പ്രിയപ്പെട്ടവരെ, അക്ബർ സ്നേഹക്കോട്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ത്യൻ പോസ്റ്റൽ പേയ്മെൻറ്റ് ബാങ്കും നിവ ബ്യൂപ്പ എന്ന് പറയുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയും തമ്മിൽ ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഞാനിന്ന് ആ പോളിസി എടുത്തു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ധാരാളം ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ, കോർപ്പറേറ്റ് കമ്പനികളുണ്ട്. നമ്മൾ പലരും അതിൻ്റെയൊക്കെ പോളിസി ഹോൾഡേഴ്സാണ്. പക്ഷേ നമുക്കറിയാം, പലപ്പോഴും ഒരു സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത പ്രീമിയമാണ് അവരൊക്കെ നമ്മിൽ നിന്ന് വാങ്ങിക്കുന്നത്. പിന്നെ അണ്ടിയോടെടുത്താൽ മാങ്ങയുടെ പുളിപ്പറിയും എന്ന് പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ വന്ന് വല്ല ആക്സിഡൻറ്റൊക്കെ ആയിട്ട് ആശുപത്രി പോയിട്ട് പിന്നെ ഇവരെ ക്ലെയിമുമായിട്ട് ഇവരെ സമീപിക്കുമ്പോഴാണ് പലരുടെയും തനി നിറം. എന്ന് വെച്ചാൽ നമ്മുടെ ക്ലെയിം ഒഴിവാക്കാൻ എന്തൊക്കെ കഴിയും അവരതെല്ലാം പയറ്റും. എന്നിട്ട് ഈ യുദ്ധത്തിൽ നമ്മൾ ജയിച്ചാൽ, ഭാഗ്യവശാൽ നമ്മൾ ജയിച്ചാൽ നമുക്ക് ആ ക്ലെയിം കിട്ടും. നമ്മൾ പരാജയപ്പെടാനാണ് 90% സാധ്യത. ഏതായാലും ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ല. ഏതായാലും ഈ ഒരു പോളിസി, അത് ഇന്ത്യൻ പോസ്റ്റൽ സർവീസും കൂടെ ഇതിലുള്ളതുകൊണ്ട് ഓക്കെ, നമുക്കിത് വിശ്വസിക്കാവുന്നതാണ്. മാത്രമല്ല, സാധാരണക്കാർക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള കേവലം 1100 രൂപയെ നമുക്കിതിന് ചിലവുള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത പോസ്റ്റ് ഓഫീസിൽ ഉടനെ പോയിട്ട് നിങ്ങൾ ഓരോരുത്തർ, എന്ന് വെച്ചാൽ ഇതിനാവശ്യം നമ്മുടെ ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടും മാത്രം മതി. നിങ്ങൾ പോവുക. എന്നിട്ട് പോസ്റ്റ് മാസ്റ്ററെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കഞ്ചിക്കോട് വെസ്റ്റ് പോസ്റ്റ് ഓഫീസിലാണ് ഞാൻ ഇന്ന് രാവിലെ പോയി. അരമണിക്കൂറുണ്ട്. ബ്യൂല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്, ഒരു പോസ്റ്റ് വുമണാണ്. അവർ വളരെ പേഷ്യൻ്റായിട്ട്, വളരെ ക്ഷമയോടുകൂടി ആ കാരണം അവരുടെ രാവിലത്തെ ഷെഡ്യൂൾ നിങ്ങൾക്കറിയാമല്ലോ. ഒരു പോസ്റ്റ് വുമൺ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് മാൻ്റെ രാവിലത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് വളരെ ബിസി ഹവേഴ്സാണ്. പക്ഷേ ഞാൻ പോയി, അവരെനിക്ക് വളരെ നന്നായിട്ടത് അരമണിക്കൂർ കൊണ്ട് എല്ലാം ചെയ്തു തന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, 15 ലക്ഷം വരെ ആണ് നമുക്കതിൻ്റെ ക്ലെയിം കിട്ടുക. 15 ലക്ഷം ചില്ലറയല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, ഡയബറ്റിക്, ക്യാൻസർ, ജീവിതശൈലി രോഗങ്ങൾ, ഹൃദ്രോഗങ്ങൾ, നിരവധി കിഡ്നിയുടെ പ്രോബ്ലങ്ങൾ നമുക്കറിയാം. പ്രത്യേകിച്ച് മലയാളികൾ, നമ്മുടെ ജീവിതശൈലി, അതുപോലെ തന്നെ നമ്മൾ ആൽക്കഹോൾ പോലുള്ള ലഹരി വസ്തുക്കളുമായിട്ടുള്ള മലയാളിക്കുള്ള ബന്ധം, ആത്മബന്ധം, അതുപോലെ തന്നെ നമ്മുടെ വളരെ മോശപരമായ ഫുഡ് ഹാബിറ്റ്, ഭക്ഷണശീലം, അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ, നമ്മളൊന്നും ഉറങ്ങുന്നില്ലല്ലോ. 12-1 മണിക്കൊക്കെ കിടന്നുറങ്ങി 10 മണിക്ക് എണിക്കുന്ന ഒരു ശീലത്തിലേക്ക് മലയാളികൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ 70% രോഗികളാണ്. അതിൽ 20% മാരകമായ രോഗങ്ങൾക്ക് അടിമകളാണ്. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഞാൻ 25-30 കൊല്ലമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എൻ്റെ ഫാമിലിക്ക് മൊത്തം ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇന്ന് വരെ എനിക്ക്, എൻ്റെ കുടുംബത്തിനും തന്നെ അങ്ങനെ തന്നെ പറയാം, 1 രൂപ പോലും ക്ലെയിം ചെയ്യേണ്ട ഒരു ഗതികേട് എനിക്കുണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഹെൽത്തിൽ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ആസനങ്ങളും പ്രാണായാമയും ഒക്കെ നിരന്തരം 30 വർഷമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഇന്ന് വരെ മാരകമായ ഒരു രോഗം ഉണ്ടായിട്ടില്ല. ഒരു മാരകമായ ആക്സിഡൻറ്റ് എനിക്ക് ഒരു 6 മാസം മുമ്പ് സംഭവിച്ചിട്ട് പോലും എനിക്ക് ഡോക്ടറെ അടുത്ത് പോകേണ്ടി വന്നില്ല. അപ്പോൾ ഞാൻ അത്രമാത്രം ആരോഗ്യത്തെ, എൻ്റെ സന്ദേശം ഈ ലോകത്തോടും സമൂഹത്തോടും ഞാൻ നിരന്തരം ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ നിങ്ങളുമായിട്ട് സംവദിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളതാണ്, ഹെൽത്ത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ആരോഗ്യമില്ലെങ്കിൽ നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല. അതെല്ലാം വെറും നിഷ്ഫലമാണ്. അതെല്ലാം ഒന്നും നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല ഈ ജീവിതത്തിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എങ്കിലും നമുക്ക് ആക്സിഡൻ്റ് ഉണ്ടാവാം, നമ്മുടെ നിയന്ത്രണത്തിലല്ല. ജീവിതത്തിൽ എന്തും സംഭവിക്കാം. മാരകമായ രോഗങ്ങൾ, അതുപോലെ തന്നെ പകർച്ച, നിങ്ങൾക്കറിയാം, പകർച്ചവ്യാധികൾ, അവിടെ ഒന്നും ഒരുപക്ഷെ നമ്മുടെ എങ്കിലും ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി നിലനിർത്താൻ കഴിഞ്ഞാൽ, നല്ലൊരു ഡിഫൻസ് മെക്കാനിസം കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞാൽ, നിരന്തരമായ എക്സർസൈസുകളിലൂടെ, ജീവിത നല്ല ഭക്ഷണശീലങ്ങളിലൂടെ ഒക്കെ നമുക്കാകാവുന്നതാണ്. എങ്കിലും ഈ ഒരു പോളിസി വളരെ നല്ലതാണ്. നിങ്ങളെല്ലാം ഉടനെ തന്നെ നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിലേക്ക് പോവുക, പോസ്റ്റ് മാസ്റ്ററെ കാണുക. നിങ്ങളുടെ ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടും മാത്രം കൊണ്ടുപോയാൽ മതി. 1200 രൂപ ഇതിന് ചിലവുള്ളൂ. 2 ലക്ഷം വരെ നമുക്ക് കിട്ടൂല കേട്ടോ. 2 ലക്ഷത്തിൽ കൂടുതൽ, 15 ലക്ഷം വരെ ചിലവ് വരുന്ന ഏത് രോഗമായാലും ആക്സിഡൻ്റ് ആയാലും നമുക്ക് ഈ പോളിസി ഗുണം ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇന്ത്യൻ പോസ്റ്റൽ പേയ്മെൻറ്റ് ബാങ്കും നിവ ബ്യൂപ്പ എന്ന് പറയുന്ന കമ്പനിയും തമ്മിലുള്ള ഈ പ്രോഡക്റ്റ് ഇറ്റ്സ് വെരി ഗുഡ് ഫോർ അസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും ആരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് സ്നേഹത്തോടെ അക്ബർ സ്നേഹക്കോട്. ഹെൽത്ത് ഈസ് വെൽത്ത്. താങ്ക് യു വെരി മച്ച്.